സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ പലതും പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് UDFിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായ മറ്റൊരു അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KFCയിൽ നടന്ന വൻ അഴിമതിയുടെ തെളിവുകളുമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനിൽ അംബാനിയുടെ മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ 2018 60.80 കോടി ചട്ടങ്ങൾ മറികടന്ന് നിക്ഷേപിക്കുകയും 2019 കമ്പനി പൂട്ടിപ്പോവുകയും ചെയ്തു. അത്തരത്തിൽ സർക്കാരിന് ഇതുവരെയുള്ള നഷ്ടം 101 കോടി എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് അദ്ദേഹം ആരോപണത്തിലൂടെ ഉയർത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കേൾക്കാം. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം അനിൽ അംബാനിയുടെ മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു അഴിമതിയുടെ കഥയാണ് ഞാനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത്. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951 അനുസരിച്ച് KFC രൂപീകരിച്ചത് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് ലോൺ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്തെ MSME അടക്കമുള്ള വ്യവസായങ്ങൾക്ക് വായ്പ നൽകാൻ രൂപീകരിച്ച ഈ സ്ഥാപനം 26/4/2018 അനിൽ അംബാനിയുടെ RCFL, അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് RCFL 19/4/2018 നടന്ന KFCയുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത്. RCFL റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് അനിൽ അംബാനിയുടെയാണ്. അപ്പോൾ ഈ 2018 എന്ന് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണിത്. 2018 എന്ന് പറഞ്ഞാൽ 2015 മുതൽ ഈ 18 കാലഘട്ടം വരെ അനിൽ അംബാനിയുടെ വ്യവസായ സംരംഭങ്ങളെല്ലാം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമാണ്. ഈ രാജ്യത്തെ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഏറ്റവും വലിയ ലീഡ് വാർത്തയാണത്. 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. അപ്പോൾ അത് വലിയ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ഈ നിക്ഷേപം. അതായത് ഇദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് രാജ്യത്തെ പ്രാദേശികവും ദേശീയവുമായ ദിനപത്രങ്ങളിലും മീഡിയയിലുമെല്ലാം വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു ധനകാര്യ സ്ഥാപനം, സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ പണം നിക്ഷേപിച്ചത്. ഏറ്റവും ദിവസം 2018-19 KFCയുടെ ആനുവൽ റിപ്പോർട്ട്, അതിൽ ഈ കമ്പനിയുടെ പേര് മറച്ചു. അതിൽ എഴുതിയേക്കുന്ന ടേം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ആൻഡ് NCD ₹6080 lakhs എന്നാണ്. അതായത് ഈ RCFL എന്നുള്ള പേരില്ല. 2019-20 ആനുവൽ റിപ്പോർട്ടിലും ഈ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു. 18-19 മറച്ചു വെച്ചു. 19-20 ഈ കമ്പനിയുടെ പേര് KFCയുടെ ആനുവൽ റിപ്പോർട്ടിൽ പോലും ഇല്ല. മനസ്സിലായില്ലേ? പിന്നീട് ഈ പേര് വരുന്നത് പിന്നീട് വരുന്നത് 2020-21 റിപ്പോർട്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ NCD RCFL എന്ന് വരുന്നത്. ഞാൻ നോട്ട് തരാം നിങ്ങൾക്ക്. ഈ NCD എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചർ എന്നാണ് ഇതിൽ വരുന്നത്. 19 ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തു. ലിക്വിഡേഷന്റെ ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. 7 കോടി 9 ലക്ഷം രൂപ കിട്ടി നമുക്ക്. ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ, ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അതനുസരിച്ച് 7 കോടി 9 ലക്ഷം രൂപ, 60 കോടി 80 ലക്ഷം രൂപയാണ് നമ്മൾ ചെയ്തത്. പലിശ അടക്കം നമുക്ക് കിട്ടേണ്ടത് 101 കോടി രൂപയാണ്.
101 കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമായത്. 101 കോടി രൂപ. 60 കോടി 80 ലക്ഷമാണ് നിക്ഷേപിച്ചത്. പലിശയടക്കം നമുക്ക് കിട്ടേണ്ടത് 101 കോടിയാണ്. ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ 7 കോടി 9 ലക്ഷം പലിശയടക്കം. ഈ 60 കോടിയുടെ പലിശയടക്കം നിങ്ങൾക്ക് പലിശ കിട്ടുന്നുണ്ടല്ലേ, നിക്ഷേപമല്ലേ, ആ നിക്ഷേപത്തിന്റെ പലിശ, ഇത്രയും പൈസ KFC ഏതെങ്കിലും MSMEക്ക് ലോണാ കൊടുത്തെങ്കിൽ എന്തെല്ലാം കണ്ടീഷനാണ്. ഗ്യാരണ്ടി വേണ്ടേ? ഗ്യാരണ്ടി ഇല്ലാതെ KFC ലോൺ കൊടുക്കുമോ? ഗ്യാരണ്ടി ഉണ്ടാവും. പലിശ നല്ല പലിശയാണ്. നല്ല പലിശയ്ക്ക് പണം ഇങ്ങോട്ട് കിട്ടും. പൈസ അടച്ചില്ലെങ്കിൽ അത് KFC ജപ്തി ചെയ്യും അല്ലേ? അതിനല്ലേ KFCയുടെ ഫണ്ട്. ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഈ പണം അവിടെ നിക്ഷേപിച്ചു. 101 കോടി, 7 കോടി 9 ലക്ഷം. അല്ല, അത് കൂടാതെ പലിശ ഉൾപ്പെടെ നമുക്ക് നഷ്ടപ്പെട്ടതാണ് 101 കോടി. മറ്റേതുകൂടി നമുക്ക് കിട്ടണ്ടായിരുന്നു, 7 ചില്ലാൻ കോടി കൂടി കിട്ടണ്ടായിരുന്നു. നമുക്ക് നഷ്ടം 101 കോടിയുണ്ട്. 94 101 കോടി രൂപയുടെ നഷ്ടം 2018 നിക്ഷേപിച്ചു. 19 ഇത് ലിക്വിഡേറ്റ് ചെയ്ത് കമ്പനി. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ 7 കോടി രൂപ നമുക്ക് കിട്ടിയത്. ഇനി ഇത് സംസ്ഥാനത്തെ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ടാണ്. മുങ്ങാൻ പോകുന്ന വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നൽകിയത് ഗുരുതരമായ കുറ്റവും ഗുരുതരമായ അഴിമതിയാണ്. പണം മേടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ല, ആരെങ്കിലും കൊണ്ട് ഈ കമ്പനിയിൽ നിക്ഷേപിക്കുമോ? ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ 2018 ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, അനിൽ അംബാനി വലിയ ക്രൈസിസിലായിരുന്നു. അനിൽ അംബാനിയുടെ മൊത്തം സ്ഥാപനങ്ങൾ വലിയ ക്രൈസിസിൽ നിൽക്കുമ്പോഴാണ് അയാളൊരു ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത്. നമ്മൾ പണം നിക്ഷേപിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ഒരു അന്വേഷണം നടത്തണ്ടേ? വിശ്വാസ്യത എന്താണ്? അവരുടെ സ്റ്റേച്ചർ എന്താണ്? ഇപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണ്? എത്ര സ്ട്രോങ് കമ്പനിയാണ് എന്ന് പരിശോധിച്ചിട്ടല്ലേ? ആരാ പരിശോധിക്കേണ്ടത്? ഇതൊന്നും പരിശോധിക്കാതെ വലിയ തുക കമ്മീഷനായി വാങ്ങിച്ചിട്ടാണ് ഭരണ നേതൃത്വത്തിന്റെ അറിവോടുകൂടി ചില ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചെയ്തിരിക്കുന്നതാണ്. ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും പണം നിക്ഷേപിച്ചു, കമ്മീഷൻ വാങ്ങിയിട്ടാണ്. ഇനി 11ാം നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ചാളെ ഞങ്ങൾ നോക്കുമായിരുന്നു. നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് പരിശോധിക്കണ്ടേ? ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു ധനകാര്യമന്ത്രിയോട്. ഇതുവരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചിട്ട് എന്താ ധനകാര്യമന്ത്രിക്ക് മറുപടി പറയാൻ വിഷമം? KFCയിൽ ചോദ്യം അയച്ചു കൊടുത്താൽ പോരെ? ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സാധാരണ വന്നു കഴിഞ്ഞാൽ അസംബ്ലിയിൽ ചോദ്യം വന്നാൽ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് ലെജിസ്ലേച്ചറിൽ നിന്ന് അദ്ദേഹത്തിന് പോകും, ധനകാര്യ മന്ത്രാലയത്തിലേക്ക് പോകും. അവിടെ നിന്ന് KFCയിലേക്ക് കൊടുക്കണമെങ്കിൽ ഒരു 100 കോടി രൂപയുടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കുള്ളൂ. ഈ ലോൺ കൊടുക്കുള്ളൂ, സേഫ് ആണെന്ന് കണ്ടിട്ട് ഗ്യാരണ്ടിയും കൂടി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ഈ പണം നിക്ഷേപിച്ച് ഇത്രയും പണം നഷ്ടപ്പെടുത്തിയത്. ഇതൊരു അറിയാതെ പറ്റിയ ഒരു അബദ്ധമല്ല. കാരണം അറിയാതെ പറ്റിയ ഒരു അബദ്ധം ആണെങ്കിൽ പോലും ക്ഷമിക്കാൻ പറ്റില്ല. അറിയാതെ പറ്റിയ അബദ്ധമാണെങ്ങനെ? ഈ കമ്പനി മുഴുവൻ മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന സമയത്താണ്, തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് ഇവർ കൊണ്ട് ഈ പണം നിക്ഷേപിക്കുന്നത്. ഇതിന് ഉത്തരം പറയണ്ടേ? ഇതാരുടെ പൈസയാണ്? ഗവൺമെന്റ് എക്സെക്കറുടെ പൈസയല്ലേ? ഗവൺമെന്റിന്റെ സ്ഥാപനമല്ലേ? എന്നിട്ട് ഇപ്പൊ 23-24 റിപ്പോർട്ടിലും വളരെ അവ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഇതിന് അവകാശമുണ്ടെന്ന് പറയണം. ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിയിൽ നിന്ന് എന്താ അവകാശം ഇതുള്ളത് ഉണ്ടെന്ന് ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഗുരുതരമായ ഒരു അഴിമതിയാണ് ഭരണത്തിന്റെ മറവിൽ നടന്നത്. അത് മൂടിവെക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഇത്രയും വലിയ ധനകാര്യ നഷ്ടം
100 കോടി രൂപയിലധികം ധനകാര്യ നഷ്ടം വരുത്തിയ ഈ അഴിമതിയെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കാനുള്ള നടപടി സർക്കാർ തീരുമാനിക്കണം. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഭരണ നേതൃത്വത്തിലുള്ളവരെ അടക്കം ഒരു കൊല്ലമല്ലല്ലോ, നമുക്ക് ഇതുവരെ കിട്ടേണ്ട പൈസ അല്ലേ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് ആ പലിശ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടില്ലേ. ഇപ്പോ എനിക്ക് തോന്നുന്നു 11-12% പലിശ KFC വാങ്ങിക്കുന്നതെന്ന്. 10% വിചാരിച്ചു. ഒരു വർഷം 6 കോടി രൂപ കിട്ടില്ലേ. 60 കോടി വേറെ ആർക്കാ ലോൺ കൊടുക്കണമെങ്കിലേ അതിവിടെ ഒരു വ്യവസായ സംരംഭമായിട്ട് വളരെയല്ലേ. അപ്പൊ തന്നെ എത്ര വർഷമായി? 10% ഏത് നിക്ഷേപത്തിനാ ഇത്? വലിയ നിക്ഷേപമല്ലേ ഇത്? ഇൻവെസ്റ്റ് ചെയ്തിരിക്കല്ലേ കൊണ്ടുപോയി പൈസ. നിയമം ലംഘിച്ച് എല്ലാ നിയമങ്ങളും സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആക്ടിലെ വ്യവസ്ഥകൾ മുഴുവൻ ലംഘിച്ച് KFC അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? KFCയുടെ പർപ്പസ് എന്താണ്? അവരെന്തിനാണ് രൂപീകരിച്ചിരിക്കുന്നത്? ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകി ആ ബിസിനസ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. വ്യവസായ സംരംഭങ്ങളെ പർപ്പസ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? അത് ഈ കമ്പനിയിൽ എന്തൊരു ദുരൂഹതയാണ്. ആരെങ്കിലും 2018 ഈ കമ്പനി കൊണ്ട് പൈസ കൊടുക്കുമോ? നിങ്ങൾ അന്നത്തെ മീഡിയ എടുത്തു നോക്ക്. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. ഈ അനിൽ അംബാനിയുടെ അത് ഭരണ നേതൃത്വത്തിന്റെ ഇപ്പൊ അത്ര പറഞ്ഞാൽ മതിയല്ലോ, തുടങ്ങിയല്ലേ നമ്മൾ. ഭരണ നേതൃത്വത്തിന്റെ അറിവോടുകൂടി KFCയിലെ അവരുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് ചെയ്തത്. 23-24 ഒരടിസ്ഥാനം പറയുന്നില്ല. ഇതാ പറയണത്, ദ കോർപ്പറേഷൻ ഹാഡ് ഇൻവെസ്റ്റഡ് 6080 lakh in April 2018 in secured redeemable NCD issued by Messrs. RCFL as part of compliance of non-SLR bond issue series 2018. ഇന്നത്തുള്ള ഒരു വാചകം കേട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വേറെ പോകേണ്ടി വരും. കൺസിഡറിംഗ് ദ റെസൊല്യൂഷൻ പ്രോസസ് ഇൻ ദ കമ്പനി